ഈ അട്ടപ്പാടിയെ സംബന്ധിച്ച് ഞാൻ കൊടുത്തൊരു ഇന്റർവ്യൂ വലിയ വിവാദമായിട്ട് ഘോഷിക്കുകയുണ്ടായി. ഞാൻ ദീസ് പീപ്പിൾ ഡോണ്ട് ഈറ്റ് പ്രോപ്പർലി എന്ന ഒരു ഹെഡിങ്ങിൽ വന്ന വാർത്തയാണ്. അത് തന്നെ പറയുന്നത് അനദർ പ്രോബ്ലം ഈസ് ദാറ്റ് ദീസ് പീപ്പിൾ ഡോണ്ട് ഈറ്റ് പ്രോപ്പർലി. അപ്പൊ അട്ടപ്പാടിയിലെ പ്രശ്നത്തെക്കുറിച്ച് ഈ ഇന്റർവ്യൂ എഴുതിയ ആൾ എന്നോട് ചോദിച്ചപ്പോൾ പല പ്രശ്നങ്ങൾ അവിടുത്തെ പറഞ്ഞു. അതില് ഒന്ന്, അവിടെ ഇവർക്ക് നൽകാൻ വേണ്ടി കൊടുക്കുന്ന സാധനങ്ങൾ യഥാസമയം അവരുടെ കൈകളിൽ കിട്ടുന്നില്ല. അത് അവർ മേടിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. മേടിച്ചാൽ തന്നെ അവര് അത് പാചകം ചെയ്ത് കഴിക്കുന്നതിന് ഉത്സാഹം കാണിക്കുന്നില്ല. ഇങ്ങനെ പാകം ചെയ്താൽ പോലും ഇവര് ഭക്ഷണം കഴിക്കുന്നത് വേണ്ടത്ര രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് താല്പര്യം കാട്ടുന്നില്ല. ഇത് ഞാനിവിടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കിയ കാര്യമല്ല. ഞാൻ അവിടെ ചെന്ന് അവരുമായി ഇന്ററാക്ഷൻ നടത്തി, ആദിവാസികളുമായിട്ടുള്ള ചർച്ച നടത്തി, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. ആദിവാസികളുടെ പ്രശ്നം നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നത് പോലെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. അവരുടെ ജീവിത രീതി ഇന്നത്തെ പോലെ തന്നെ തുടർന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നടപടി എടുക്കണ്ട. പക്ഷേ അവരെ നമുക്ക് വേണ്ടത്ര രീതിയിൽ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരെ കാട്ടുന്ന വൈമനസ്യങ്ങളും അവരുടെ പ്രത്യേകമായ രീതികളുമെല്ലാം മനസ്സിലാക്കി അതിന് മാറ്റം വരുത്തിയേ പറ്റൂ. ഈ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് അവരുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സമീപനമാണ്. അപ്പൊ ഞാന് 3ാമത്തെ പ്രാവശ്യമാണ് മുഖ്യമന്ത്രിയായതിനു ശേഷം അവിടെ പോകുന്നത്, അവരുമായി ചർച്ച നടത്തുന്നത്, അവരുടെ ഊരുകളിൽ പോകുന്നു, അവരോടൊപ്പം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മൾ ഒരു സമഗ്രമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്നും ഇതേ നില തന്നെ തുടരും. അതിൽ എനിക്കുണ്ടായ ഒരു തിരിച്ചറിവ്, പുതിയ തലമുറയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനെന്താ മാർഗം? ഇപ്പൊ ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം, എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത് ഇവരുടെ വിദ്യാഭ്യാസത്തിന്, അതും ഹോസ്റ്റലിൽ നിർത്തി പഠിക്കുന്ന വിദ്യാഭ്യാസ രീതിക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അവരെ കൂടി നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവരുടെ ഊരുകളിൽ നിന്ന് സ്കൂളിൽ പോയി പഠിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളും ഈ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്നവരുടെ ജീവിത സാഹചര്യങ്ങളും വളരെ വ്യത്യാസമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്ലാനിംഗ് വിഭാഗത്തിന് കൊടുത്ത, ST വിഭാഗത്തിന് കൊടുത്ത പ്രധാനപ്പെട്ട നിർദ്ദേശം, ഹോസ്റ്റലുകൾ, ആവശ്യാനുസരണ ഹോസ്റ്റലുകൾ, അതിന് ഫണ്ട്സ് വേണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊടുക്കാൻ തയ്യാറാണ്. അവരുടെ ബഡ്ജറ്റ് വിഹിതത്തിന് പുറത്തുനിന്ന് കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ പോഷകാഹാര കുറവിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേകമായ രീതി സ്വീകരിച്ചാൽ മതിയാകും. അവരുടെ ഭക്ഷണ രീതികൾ, അവരുടെ പ്രത്യേകമായ ഭക്ഷണത്തോടുള്ള അവരുടെ അഭിരുചി, അത് പ്രത്യേകത കാണണം. അതുകൊണ്ടാണ് രാഗി അവിടെ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന റേഷൻ അരിക്ക് പുറമെ അഡീഷണൽ ആയിട്ട് രാഗി 3 മാസത്തേക്ക് സൗജന്യമായിട്ട് കൊടുക്കുക. അത് ഫലപ്രദമെന്ന് കണ്ടാൽ അവിടെ സ്ഥിരമായിട്ട് കൊടുക്കും. പക്ഷെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ആദിവാസികളെ അപമാനിച്ചു, അതിന്റെ പേര് രാജിവെക്കണം എന്തെല്ലാം പറയുന്നു. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് എത്ര മിതമായ ഭാഷയിൽ. പക്ഷേ ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഡോക്ടർ ഇക്ബാൽ, മുഖ്യമന്ത്രി ആദിവാസികളോട് മാപ്പ് പറയണം, ദേശാഭിമാനിൽ എഴുതിയിരിക്കുക. ഡോക്ടർ ഇക്ബാൽ, ഈ ഇക്ബാലിന്റെ നേതൃത്വത്തിൽ ഒരു 5 കമ്മിറ്റി അവിടെ പോയി. ഡോക്ടർമാര് മാത്രമുള്ള ഈ പോഷകാഹാര പ്രശ്നം വന്ന സമയത്ത് അവിടെ പോയതാണ്. മെയ് 18, 19, 20, 21 എന്ന് ഈ ദിവസങ്ങളിലാണ് ഡോക്ടർമാരുടെ ഈ സംഘം അവിടെ പോയത്. അവിടെ പോയിട്ട് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. അനൌദ്യോഗിക മദ്യനിരോധിത മേഖലയാണ് അട്ടപ്പാടി. കള്ളിയെത്തും അനുവദിച്ചിട്ടില്ല. തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ മദ്യഷാപ്പുകളിൽ നിന്നുള്ള മദ്യവും കള്ളവാറ്റ് വഴി ഉണ്ടാകുന്ന മദ്യവും അട്ടപ്പാടി നിവാസികൾ അമിതമായി ഉപയോഗിക്കുന്നു. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും മദ്യം സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നു. ഗർഭിണികൾ പോലും മദ്യപിക്കാറുണ്ട്. കഞ്ചാവ് കൃഷിയും ഉൾപ്രദേശങ്ങളിൽ നടന്നു വരുന്നതായി ചിലർ സൂചിപ്പിച്ചു. അവരുടെ റിപ്പോർട്ട് ഔദ്യോഗിക റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് എഴുതിയ ഇക്ബാലാണ് ഞാൻ മാപ്പ് പറയണമെന്ന് പറയുന്നത്.